ദിവസമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഐ എം പുട്ടിംഗ് ഫോർവേഡ് വൺ ചിക്കൻ ഡിഷാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അത് നമ്മൾ ഒരുപാട് ചിക്കൻ ഡിഷുകൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്, നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്, ചൈനീസ് വിഭവങ്ങളുണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ ഐറ്റമാണ്. നാടൻ ചിക്കൻ, വേറൊന്നുമല്ല, ചിക്കൻ തോരൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിക്കൻ തോരൻ നമുക്ക് ഇന്ന് ട്രൈ ചെയ്യാം. അതായത് ഈ ചിക്കൻ തോരൻ ഇതിലും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ with less ingredients we are going to make chicken thoran. Okay, so come and enjoy the process of cooking. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ നമുക്ക് റെഡിയാക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് നോക്കാം ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഇവിടെ ഞാനൊരു 1/2 kg ചിക്കൻ എടുത്തു വെച്ചിരിക്കുകയാണ്. ഈ 1/2 kg ചിക്കൻ ഞാൻ ബോയിൽ ചെയ്ത് വേവിച്ചു. ഒരു 2 whistles മതി നമ്മുടെ ചിക്കൻ വേകാൻ വേണ്ടി. വളരെ പെട്ടെന്നാണ് ചിക്കൻ്റെ വേവ്. അപ്പോൾ ചിക്കൻ വേവിച്ചു. പക്ഷേ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ ചിക്കൻ വേവിക്കുന്നതിന് മുമ്പായിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ്, ചിക്കൻ മസാല, ഇത്രയും ഇട്ടുകൊണ്ടാണ് ഞാനിത് പുഴുങ്ങിയത്. അത് വളരെ കൂടുതലൊന്നും വേണ്ട. ക്വാണ്ടിറ്റി കൂടെ പറഞ്ഞു തരാം. ചിക്കൻ 1/2 kg ചിക്കന് ഒരു 2 tablespoon ഇത് ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് 1 tablespoon മതിയാവും. പിന്നെ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, ടർമറിക്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ചിക്കൻ മസാല, അത് 2 tablespoon ഇട്ടിട്ടുണ്ട്. ഇത്രയും ഇട്ടാണ് ഞാൻ പ്രഷർ കുക്കറിലാണ് ഇതിനെ പുഴുങ്ങിയത്. ഞാൻ പറഞ്ഞു 2 whistles മതി. 2 whistles വെള്ളമൊന്നും വയ്ക്കാതെ ഇത് മാത്രം നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി ഒന്ന് 2 whistles വെക്കുമ്പോൾ വേകും. അപ്പോൾ എന്നിട്ട് ഞാനിത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും, കണ്ടല്ലോ അല്ലേ, ഓരോ പീസസ്. അപ്പം ഇതിൻ്റെ ഞാൻ ബോൺലെസ് ആക്കി. ഓക്കെ, ബോണോടുകൂടി പുഴുങ്ങി. പക്ഷെ ഇതിനെ ബോൺലെസ് ആക്കാൻ വളരെ ഈസിയാണ്. പുഴുങ്ങി കഴിഞ്ഞാൽ നമുക്കതിനെ അതിൽ നിന്ന് ഉതിർത്ത് ഇങ്ങനെ എടുത്താൽ മതി. അല്ലെങ്കിൽ എന്താ കൈവച്ച് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയാൽ മതി. ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും, വളരെ ഈസിയാണ്. ബോണിൽ നിന്ന് റിമൂവ് ചെയ്ത് വെച്ച് ചിക്കൻ പീസസ്. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ബൗൾ എന്ന് പറയുമ്പോൾ ഒരു 15 എണ്ണം വേണ്ടി വരും. 15 to 20. അപ്പോൾ അത്രയും എടുത്ത് ഇതിനെ ഞാൻ സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചു. നെക്സ്റ്റ്
ingredient, red chilies. Red chilies ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. 5 എണ്ണം കട്ട് ചെയ്ത് വെച്ചു. And the next ingredient is വേറൊന്നുമല്ല ഗാർലിക്. ഒരു 5 അല്ലി അതൊന്ന് ജസ്റ്റ് ചതച്ച് വെച്ചു. എഗെയിൻ ഒരു ചെറിയ എന്താ പറയുക ജിഞ്ചർ ചെറിയ പീസ്. ഗാർലിക് 5 എണ്ണം എടുത്തേക്ക് അതിൻ്റെയൊക്കെ ഒരു പകുതി ചെറിയ പീസ് മതി. അത് ഞാനൊന്ന് ജസ്റ്റ് ചതച്ച് വെച്ചു. ഉപ്പ് ആവശ്യത്തിന്. ഓയിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്ന നാടൻ ഐറ്റമാണ് ചിക്കൻ്റെ. അപ്പോൾ ഇതിൽ കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന്. ഇതൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അനദർ ഇൻഗ്രീഡിയൻറ്റ് ഇസ് ആൻഡ് ദ ടേസ്റ്റ് എൻഹാൻസിങ് ഇൻഗ്രീഡിയൻറ്റ് ഇസ് ചിക്കൻ തോരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കോക്കനട്ട്. ഇത് ഞാൻ കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട്, ഇത് ഞാൻ തേങ്ങ ചിരുകിയത് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തേങ്ങയുടെ പകുതിയില്ലേ ആ പകുതി ചിരുകി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് പറയാനുള്ള ഇതിൻ്റെ മസാല. ഇവിടെ ഞാൻ ഓൾറെഡി 3 മസാല ഓൾറെഡി ഇൻഗ്രീഡിയൻ്റ് ആക്കി പുഴുങ്ങി വെച്ചു. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഇത് 3ഉം ചേർത്തിട്ടുണ്ട് ഓൾറെഡി. ഇനി ചേർക്കാനുള്ളത് 2 മസാലയേ ഉള്ളൂ. ചില്ലി പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. അതേ ഇൻഗ്രീഡിയൻറ്റ് തന്നെ, ക്വാണ്ടിറ്റി തന്നെ 2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി. ഇത്രയുമാണ്. പിന്നെ ഇനി കടുക് പൊട്ടിക്കേണ്ട വിഭവങ്ങളാണ് ഇതൊക്കെ. കറി ലീവ്സ്, കടുക്, പച്ചമുളക്. പിന്നെ ഞാനിവിടെ ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ഫോർ ഗാർണിഷിംഗ്. ഐ വിൽ ടെൽ യു ആഫ്റ്റർവേർഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ്. ഓക്കെ, ചിക്കൻ തോരൻ. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളൊരു 5 ടേബിൾ സ്പൂൺ ഓയിൽ, കോക്കനട്ട് ഓയിൽ ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വേണ്ടി വന്നാൽ ഇനി ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മളിവിടെ വച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. കടുക്, പച്ചമുളക്, കൂട്ട് വരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ കറി ലീവ്സ് ഇട്ടു. അതോടൊപ്പം തന്നെ ഞാൻ ഇനി ഇടാൻ പോകുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ചെറിയ ഉള്ളിയാണ്. ഒരു ബൗളെടുത്തു, അതിട്ടു. ഇത് ഒന്ന് മൂത്ത് വരണം. ലൈറ്റ് ഒരു ബ്രൗണിഷ് കളറാകണം. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പിടുകയാണ്. കാരണം ഉപ്പ് ഒത്തിരി ഇടണ്ട, ഒരു ടേബിൾ സ്പൂൺ മതി. കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ ഉപ്പിട്ട് പുഴുങ്ങിയതാണ്. ഇതിലേക്ക് ഞാൻ ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്യുകയാണ്. ഇത് കണ്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇനിയിപ്പോൾ നമുക്കിനി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ആഡ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ചതച്ച് വച്ചിരിക്കുന്ന ഗാർലിക്, അതോടൊപ്പം തന്നെ ചതച്ച് വച്ചിരിക്കുന്ന ജിഞ്ചർ, രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതൊന്ന് പച്ചച്ചവ മാറുന്നവരെ ഒന്ന് വഴറ്റുക. അപ്പോൾ നമ്മുടെ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും ഒക്കെ പച്ചച്ചവ മാറിക്കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ ഗ്രീൻ ചില്ലി പൗഡർ, റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്തു. നെക്സ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മല്ലിപ്പൊടിയും ആഡ് ചെയ്തു. ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു പച്ചച്ചവ മാറാൻ വഴറ്റുന്നു. ഇതിലേക്ക് ഞാനൊരു അല്പം 1 സ്പൂൺ കൂടി ഓയിൽ ആഡ് ചെയ്യുകയാണ്. 1 സ്പൂൺ ഒന്നുകൂടെ ഒന്ന് ഈ മസാല ഒന്ന് വഴലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി കാര്യമായിട്ട് അധികമൊന്നുമില്ല. നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കും. ദാറ്റ് ഈസ് കോക്കനട്ട്. ചിക്കൻ തോരൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. തോരൻ എന്ന് പറയുമ്പോൾ തന്നെ തേങ്ങയാണ്, അപ്പോൾ അത് ചേർക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇത് കോക്കനട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു തേങ്ങയുടെ പകുതി. അപ്പോൾ ഞാൻ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഒറ്റ മിക്സിന് മതി, വലുതായിട്ടൊന്നും അരഞ്ഞു പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് പ്രോസസ് മിക്സിങ് അപ്പ് the coconut with all the ingredients. Mix up well. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഹലോ, അപ്പോൾ ചിക്കൻ തോരൻ എങ്ങനെ റെഡിയാക്കുന്നു എന്ന് കണ്ടു ഇല്ലേ? ഇതാണ് നമ്മുടെ ചിക്കൻ തോരൻ. എന്ത് ഈസിയാണ് അല്ലേ? എന്ത് പെട്ടെന്ന് നമുക്ക് ചിക്കൻ തോരൻ റെഡിയാക്കാൻ കഴിയും. ഇനി ഇതിൽ നമ്മൾ ഒരു ചെറിയ പുളി രസം കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി, ഒരു ഹാഫ് ലെമൺ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കും. സോ ഇറ്റ് വിൽ ആഡ് മോർ ടേസ്റ്റ്. ലെമൺ ഇസ് വെരി ഹെൽത്തി ഓൾസോ ആൻഡ് ഇറ്റ് ഇസ് വെരി ടേസ്റ്റി. അപ്പോൾ ഞാൻ ഇതിലൂടെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നു ഹാഫ് ലെമൺ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഇനി ഇതിന് മിക്സപ്പ് ആക്കി നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ചിക്കൻ തോരൻ. അപ്പോൾ നമ്മൾ പല തോരനും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ വീട്ടിൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമ്മൾ വെജിറ്റബിളൊക്കെ പല തോരൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ചിക്കൻ തോരൻ എനിക്ക് തോന്നുന്നു ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഇറ്റ്സ് വെരി ടേസ്റ്റി. ഇത് മെയിനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ചോറിൻ്റെ കൂടെയാണ്. സോ ഒരു നാടൻ വിഭവമാണ്. ചോറിൻ്റെ കൂടെ നല്ല എന്താ പറയുക, പിന്നെ മട്ടയരി ചോറോ വൈറ്റ് റൈസോ ഏതിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇതും ഒരു പിക്കിളും ഉണ്ടെങ്കിൽ സൂപ്പർ ലഞ്ചായിരിക്കും. ഓക്കെ, so try it and taste it and subscribe my channel. I'll be back soon with another tasty dish. See you.